വനം വകുപ്പ് വളർത്തിയ മലയണ്ണാന്റെ കടിയേറ്റതായി പരാതി. തൃശൂർ മാന്നാമംഗലം സ്വദേശി മത്തായിക്കാണ് മലയണ്ണാന്റെ കടിയേറ്റത്. ഒരു വർഷമായി മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വളർത്തിയിരുന്ന മലയണ്ണാനാണ് ആക്രമണം നടത്തുന്നതാണ് ആക്ഷേപം. മലയണ്ണാനെ വളർത്തിയതല്ലെന്നും പരിക്കേറ്റതിന് ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് ചികിത്സ നൽകിയിരുന്നതാണെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. മലയണ്ണാനെ പിടികൂടാൻ പ്രദേശത്ത് കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. മാന്നാമംഗലം പള്ളിത്താഴം ഗീവർഗീസ് റോഡിന് സമീപത്തുള്ള നിവാസികളൊക്കെ തന്നെ ഒരു ഭീതിയിലാണ്, ഒരു വന്യമൃഗത്തിന്റെ ഭീതിയിലാണ്. പക്ഷേ അതത്ര ഭീകരനായ ഒരു വന്യമൃഗമല്ല. കണ്ടാലോ ഓമനത്വമൊക്കെ തോന്നുന്ന മൃഗമാണെങ്കിലും അവർക്ക് സംബന്ധിച്ചോളം ഇപ്പോൾ കുറച്ച് 2 ആഴ്ചയിലധികമായി അവരെ വലച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. മലയണ്ണാനാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ചേട്ടനെ തന്നെ കഴിഞ്ഞ ദിവസം 2 തവണ ഇപ്പോൾ കടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് അടുത്തേക്ക് വരണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഓമനിച്ച് വളർത്തുന്ന കാരണം ഇത് ഒരു ഇണക്കം വന്നു. ഒരു വളർത്തണമെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിനൊന്ന് ഒരു തീറ്റ ഒരു പഴം കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് ഒരു പഴം എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇത് ഞാൻ വേറെ മരത്തിലേക്ക് വെട്ടാനായിട്ട് പോകുന്ന സമയത്ത് ഇത് അടുത്തേക്ക് വന്നിട്ട് അടുത്ത് വന്ന് ചാടി അങ്ങ് കയറി കടിച്ചു. വീണ്ടും ഇന്ന് കുരുമുളക് പറിക്കാനായിട്ട് മരത്തെ കയറിയപ്പോൾ ഈ കണ്ണാൻ കയറി പോകണത് ഞാൻ കണ്ടുമില്ല, ഒന്നുമില്ല. പറിച്ചുകൊണ്ടിരിക്കണം, കുറച്ച് പറിച്ചു. ഒരു വളം പറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മുകളിൽ നിന്ന് ചാടി തോളയിലേക്ക് വന്ന് വീണ് ഇങ്ങനെ. ചേട്ടാ, ഇത് എങ്ങനെയാണ് ഈ പ്രദേശത്തൊക്കെ തന്നെ ഉള്ളതാണോ അതോ അടുത്ത് വനങ്ങളുടെ എവിടുന്ന് വന്നാണ് എന്തെങ്കിലും? ഇത് മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിൽ അവർ ചെറുതായിരിക്കുമ്പോൾ അവർക്ക് കിട്ടിയതാണ്. അവരവിടെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവരായിട്ട് ഇണങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവർ തന്നെ പുറത്ത് വിട്ടു. അവിടെയൊക്കെ ആ പരിസരത്ത് തന്നെ ചാടി നടന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴൊരു 2-3 ആഴ്ച ആയുള്ളൂ ഇപ്പം ഈ പരിസരത്തേക്ക് വന്നിട്ട്. അപ്പോൾ ഫോറസ്റ്റുകാർ മിനിങ്ങാന്ന് വന്നിട്ടുണ്ടായിരുന്നു പിടിച്ചോണ്ട് പോകാൻ വന്ന സാറിനെ കടിച്ച കാരണം അവർ ഇട്ടിട്ട് പോയി. ഇന്ന് അവർ വന്നിട്ടും കുറേ നേരം നോക്കി, അവർ ഭക്ഷണമൊക്കെ കൊടുത്ത് നോക്കി. പക്ഷെ കിട്ടാണ്ടായപ്പോൾ അവർ കെണി വെച്ചിട്ട് കൂട് വെച്ചിട്ട് പോയിട്ടുണ്ട്. കൂട്ടിലകപ്പെടുമ്പോൾ ഞങ്ങളോട് വിളിച്ച് പറയാനാണ് അവർ പറഞ്ഞേക്കണം. ഇവിടെ ഉദ്യോഗസ്ഥർക്കൊക്കെ പരാതി വല്ലതും കൊടുത്ത് എന്താ അവർ പറയുന്നത്? എന്താണ് പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടില്ല. എന്നൊരു കാലത്ത് ഇവർ വിളിച്ച് ഫോറസ്റ്റുകാരോട് വന്നു, ഡെപ്യൂട്ടി റേഞ്ചർ അടക്കം ഉള്ള ആളുകൾ വന്നു, അവിടെ വന്ന് നോക്കിയപ്പോൾ ഇത് അവർ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ കിട്ടുന്നില്ല. കാരണം ഇവിടെ വ്യാപകമായി പന്നിശല്യം ആനശല്യമുള്ള മേഖലയാണ്. പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കിഴക്കൻ പ്രദേശത്താണ്, മാന്നാമംഗലം മരുട്ടിച്ചാൽ പ്രദേശത്ത്. അവിടെ വ്യാപകമായി ഇതുണ്ട്. പക്ഷേ ഇവിടെ മനുഷ്യ ജീവനേക്കാളും വില കൽപ്പിക്കുന്നവരും മൃഗങ്ങളെയാണ് ഇവർ. ഇപ്പോൾ ഫോറസ്റ്റ് അധികാരികളും സർക്കാരും. പ്രായമുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ട്. എന്താ പേടിച്ചിട്ടാണോ ഇവിടെ കഴിയും? അതെ, പറമ്പിൽ കൂടെ നടക്കാൻ പറ്റണില്ല. വീട് തൊട്ടടുത്ത് തന്നെയല്ലേ. ഞങ്ങൾക്ക് ഇറങ്ങി മറ്റേ അപ്പുറത്തൊരു പറമ്പുണ്ട്, അതിലേക്ക് പോകാനായിട്ട് ഞാൻ ചെന്നപ്പോൾ എൻ്റെ പുറകെ ഓടി വന്നു. ഇത് മുകളിൽ നിന്ന് ഇറങ്ങി വന്നു. ഞാൻ ഓടി രക്ഷപ്പെടുക ചെയ്തേ ഇന്ന് തന്നെ. കുട്ടികളൊക്കെ ഉള്ളതല്ലേ? 2 മക്കളുണ്ട്. ആശങ്കയുണ്ട്. മോൻ വന്നിട്ട് ഇപ്പൊ ഇവിടെ ഇല്ല, പൂനെക്ക് പോയേക്കുക. കൊച്ചുങ്ങളൊക്കെ വരുമ്പോ ഇതിലെ എപ്പോഴും ഓടി നടക്കണ പിള്ളേരല്ലേ. മരത്തെ കൂടെ ഇറങ്ങി വന്നാൽ വീട്ടിലേക്ക് വരെ ഇറങ്ങാം. അത്ര അടുത്ത വീടിന്റെ നിൽക്കുന്നത്, റബ്ബറൊക്കെ നിൽക്കുന്നത്. എന്തായാലും മലയണ്ണാൻ ഇപ്പോഴും ഈ മേഖലയിൽ തന്നെ, അതായത് ഇവിടെയുള്ള സമീപത്തുള്ള മരങ്ങളിലൂടെയൊക്കെ തന്നെ കയറി നടക്കുകയാണ്. ഈ ഒരു പരിസരത്തും ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഇപ്പോൾ ഇവർ ഈ പഴങ്ങളും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ കൊടുത്ത് അതിനെ ഇണക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ആക്രമണം തുടർച്ചയായി, അതായത് ആദ്യം ഒരു ദിവസം കടിച്ചു, അതിനുശേഷം പിന്നെയും ഒരു ദിവസം എത്തിയപ്പോൾ വീണ്ടും അതിന്റെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന്റെ ഒരു ആശങ്ക, ചെറിയ കുട്ടികളടക്കമുള്ള പ്രദേശമാണ്. അപ്പോൾ വഴി നടക്കുമ്പോൾ പോലും ഇത് പെട്ടെന്ന് അടുത്തേക്ക് ഓടിയെത്തുന്നു. ഒരു പക്ഷേ ഇണക്കമുള്ളത് കൊണ്ട് മെത്തി കയറാൻ ശ്രമിക്കുന്നു, പിന്നീട് ആക്രമണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു ആശങ്കയാണ് ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചോളം ഒക്കെ തന്നെ ഉള്ളത്. അവരെന്തായാലും ഒരു വനംവകുപ്പിൽ നിന്നും ഒരു നടപടി, അടിയന്തരമായ നടപടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനൊന്നും ഇവിടെ നിന്ന് എത്രയും വേഗം പിടിച്ചുകൊണ്ടുപോകണമെന്നൊരു പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ ഉള്ളത്. മാന്നാമംഗലത്ത് നിന്നും ബേസിൽ ജോർജിനൊപ്പം കെ അഖിൽ, മീഡിയ 1.